ഓക്കെ ഡിയർ ഫ്രണ്ട്സ്, ഏവർക്കും നമ്മുടെ ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മുടെ സുഹൃത്തുക്കൾ ചേർന്ന് കായിക രംഗത്തെക്കുറിച്ച് ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ നടത്തിയിരുന്നു. അതിന് നല്ല പ്രതികരണമാണ് ഉണ്ടായിട്ടുള്ളത്. എല്ലാവരും ആ ക്ലാസ്സിനെ കുറിച്ച് അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ഒരു പരീക്ഷ നടത്തി നോക്കിയതാണ് അതെങ്ങനെ ഇരിക്കുമെന്നുള്ളത്. കാരണം ഈ കായിക രംഗവുമായി ബന്ധപ്പെട്ട് പല ക്വസ്റ്റ്യൻസ് PSC പരീക്ഷയ്ക്ക് വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതിങ്ങനെ ഒരു ക്ലാസ് എടുക്കാൻ ഞങ്ങളെ പ്രേരിപ്പിച്ചത്. അത് നിങ്ങൾ ആ ക്ലാസ് അങ്ങേയറ്റം ഫലപ്രദമായിരുന്നു എന്ന് പറയുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. അപ്പോൾ ടീമിൽ പഴയതുപോലെ തന്നെയാണ്. നമ്മുടെ ടീമിൽ എൻ്റെ വലതു ഭാഗത്തിരിക്കുന്നത് രേഷ്മ ആണ് വലതു ഭാഗത്തിരിക്കുന്നത്. പിന്നെ സജിൽ പാലോടാണ്, സൂരജ് ചിറയ്ക്കാണ്. പിന്നെ നമ്മുടെ സ്ഥിരം സൂരജ് ക്യാമറയായിട്ടുണ്ടല്ലോ, ഫ്രണ്ടിലുണ്ട്. അത് ശരിയാണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ ഒരു ചെറിയ റിവിഷനോട് കൂടി നമുക്കിന്ന് ക്ലാസ് ആരംഭിക്കാം. ശരിയല്ലേ സജിൽ? ഈ ഒളിമ്പിക്സ് തുടങ്ങിയതെന്നാണ് 1896. ആധുനിക ഒളിമ്പിക്സ് തുടങ്ങിയത് 1896 അതിന് നേതൃത്വം കൊടുത്തതാരാണ്? പിയർ ഡി കുബർട്ടിൻ. ഈ ഒളിമ്പിക്സ് പതാകയ്ക്ക് രൂപകൽപ്പന ചെയ്തത് പിയർ ഡി കുബർട്ടിൻ 1920 ഒളിമ്പിക്സിലാണ് പതാക ആദ്യമായിട്ട് ആധുനിക ഒളിമ്പിക്സ് 1896. ആധുനിക ഒളിമ്പിക്സ് നടന്നത് എവിടെയാണ്? ഗ്രീസിലാണ്. ഗ്രീസിന്റെ തലസ്ഥാനം ഏതാണ്? ഏതൻസ് ആണ്. അതുകൊണ്ട് നമുക്കിനി രേഷ്മയുടെ അടുത്ത് ചില ക്വസ്റ്റ്യൻസ് ചോദിക്കാം. രേഷ്മ, പിന്നെ ഒളിമ്പിക്സ് നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. ഒന്ന് സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള ഒളിമ്പിക്സ്, രണ്ട് സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള ഒളിമ്പിക്സ്. അല്ലേ? അങ്ങനെ തിരിക്കുന്നതല്ലേ നല്ലത് യഥാർത്ഥത്തിൽ. അപ്പോൾ ഈ സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പുള്ള ഒളിമ്പിക്സിനെ കുറിച്ച് ഒന്ന് സംസാരിക്കാമോ? ഇന്ത്യയുമായിട്ടുള്ള ബന്ധം അത് നമുക്ക് വലുതായിട്ട് അവകാശപ്പെടാൻ, കാരണം ബ്രിട്ടീഷുകാരുടെ ഭരണത്തിന് കീഴിലായിരുന്നു. അതിന് നമ്മുടെ പാർട്ടിസിപ്പേഷൻ എങ്ങനെയായിരുന്നു? ഇന്ത്യക്കാർ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് എങ്ങനെയായിരുന്നു? ഇന്ത്യക്കാർ ബ്രിട്ടീഷ് ഇന്ത്യയുടെ കീഴിൽ ആദ്യമായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തത് 1900 പാരീസ് ഒളിമ്പിക്സിലാണ്. അതിൽ നോർമൻ പ്രിച്ചാർഡ് 2 സിൽവർ മെഡൽ നേടുകയുണ്ടായി. 200 മീറ്റർ ഓട്ടത്തിലും 200 മീറ്റർ ഹഡിൽസിലും. അതിനുശേഷം KD ജാദവാണ് 1952 ഹെൽസിങ്കി ഒളിമ്പിക്സിൽ. പക്ഷേ സ്വതന്ത്ര ഇന്ത്യയിലാണ്. സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി വ്യക്തിഗത മെഡൽ നേടിയ താരമാണ് KD ജാദവ്. 1952 ഹെൽസിങ്കി ഒളിമ്പിക്സിൽ വെങ്കല മെഡലാണ് നേടിയത്. അപ്പോൾ അതിന് മുമ്പൊന്നും പറയാൻ നമുക്കില്ല. ഉണ്ടോ? ഹോക്കിയിൽ 1928 ഹോക്കിയിൽ ഇന്ത്യക്ക് ആദ്യമായിട്ട് സ്വർണം കിട്ടുന്നത്. ഒരു ടീമായിട്ട്. അന്നത്തെ ക്യാപ്റ്റൻ ജയ്പാൽ സിംഗ് ആയിരുന്നു അല്ലേ? 1928 ഒളിമ്പിക്സിൽ ജയ്പാൽ സിംഗ് ആയിരുന്നു ക്യാപ്റ്റൻ. 2024 നിലവിൽ ക്യാപ്റ്റൻ ഹർമൻപ്രീത് സിംഗ് ആയിരുന്നു പാരീസ് ഒളിമ്പിക്സിൽ. പേര് വ്യക്തമായിട്ട് പറയും, നമുക്കറിയാൻ പറ്റും, പക്ഷേ കേൾക്കുന്നവർക്ക് അറിയണമല്ലോ, എഴുതിയെടുക്കണമല്ലോ. 1928 ഹോക്കിയിലെ ഒളിമ്പിക്സിൽ ഇന്ത്യ ആദ്യമായി മെഡൽ നേടിയ ടീമിലെ ക്യാപ്റ്റൻ ജയ്പാൽ സിംഗ്. നിലവിൽ 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യൻ ടീമിന്റെ ക്യാപ്റ്റൻ ഹർമൻപ്രീത് സിംഗ്. ഇന്ത്യക്ക് എന്ത് സമ്മാനമാണ് കിട്ടിയത്? 2024 വെങ്കല മെഡലാണ് കിട്ടിയത്. നാളിതുവരെ ഹോക്കിയിൽ എത്ര മെഡൽ ഇന്ത്യക്ക് ലഭിച്ചിട്ടുണ്ട്? 814 എന്ന കോഡാണ്. 8 സ്വർണം, 1 വെള്ളി, 4 വെങ്കലം. ശരി, നമുക്ക് ഹോക്കിയിൽ ഏറ്റവും കൂടുതൽ മെഡൽ നേടുന്ന രാജ്യം ഇന്ത്യയാണ്. ഹോക്കിയിൽ ഏറ്റവും കൂടുതൽ മെഡൽ നേടുന്ന രാജ്യം ചോദിച്ചാലും ഇന്ത്യയുടെ ദേശീയ വിനോദം നമുക്ക് വേണമെങ്കിൽ ഹോക്കിയെ പറയാം. ശരി, അങ്ങനെയാണെങ്കിൽ സജിൽ, സ്വതന്ത്ര ഭാരതത്തിലെ പിന്നെ ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് സംസാരിക്കാനുള്ളത്? KD ജാദവ് ആദ്യമായിട്ട് മെഡൽ നേടിയ ഗുസ്തി താരമാണ് KD ജാദവ്. ശരിയാണ്. അത് കഴിഞ്ഞ് നമുക്ക് പിന്നീട് 1948 ഒളിമ്പിക്സിൽ ഹോക്കിയിൽ സ്വർണ്ണ മെഡലാണ് നേടിയത്. 3 പ്രാവശ്യം അടുപ്പിച്ചടുപ്പിച്ച്, അതായത് 48, 56, 48, 52, 56. ശരി, ഈ 3 വർഷങ്ങൾ നേടി. 1960 നമുക്ക് വെങ്കല മെഡൽ, അതായത് വെള്ളി മെഡൽ നമ്മുടെ അയൽ രാജ്യക്കാരായ പാകിസ്ഥാനാണ് നമ്മളെ തോപ്പിച്ചത്. അതിനുശേഷം 1964 പിന്നെയും സ്വർണം നേടി. 1980 അവസാനമായിട്ട് ഇന്ത്യ സ്വർണ്ണ മെഡൽ നേടുന്നത്. ശരി,
2020 പിന്നെ 41 വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യ ഒരു മെഡൽ നേടുന്നത്. വെങ്കല മെഡലാണ് 41 വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യ നേടുന്നത് ഹോക്കിയിൽ. 2024 വെങ്കല മെഡലാണ്. 2024 PR ശ്രീജേഷ് ഇന്ത്യൻ ഹോക്കി ടീമിനോട് വിട പറയുകയാണ്. 16 നമ്പർ ജേഴ്സി റദ്ദാക്കി. ഇന്ത്യൻ ഹോക്കി ഫെഡറേഷൻ 16 നിരോധിച്ചു. 16. പിന്നെ 2016 ഇന്ത്യൻ ഹോക്കി ടീമിന്റെ ക്യാപ്റ്റൻ ആയിരുന്നു PR ശ്രീജേഷ്. ഇപ്പോൾ PR ശ്രീജേഷ് ഇപ്പോൾ ഒരു ഈവന്റിന്റെ ബ്രാൻഡ് അംബാസഡറാണ്. കേരള സ്കൂൾ കായികമേളയുടെ എവിടെ മത്സരം നടക്കുന്നത്? എറണാകുളത്ത്. ആ ക്വസ്റ്റ്യൻ നമുക്ക് അടുത്തേക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ഇനി സജിൽ, PT ഉഷ, ഷൈനി, കർണം മല്ലേശ്വരി ഒളിമ്പിക്സുമായിട്ടുള്ള ബന്ധം എന്താ? ആദ്യമായിട്ട് ഒളിമ്പിക്സിൽ പങ്കെടുത്തത് PT ഉഷയാണ്. 1980 ഒളിമ്പിക്സ്, മോസ്കോ ഒളിമ്പിക്സിൽ. 1984 PT ഉഷ ഒളിമ്പിക്സിൽ ഫൈനലിൽ ആദ്യ വനിത. 400 ഹർഡിൽസിൽ. അതുപോലെ തന്നെ ഇന്ത്യൻ ഒളിമ്പിക്സിന്റെ പ്രസിഡന്റ് ആണ് ഇപ്പോൾ PT ഉഷ. ഷൈനി വിൽസന്റെ 1984 800 മീറ്ററിൽ സെമി ഫൈനലിലെത്തി ആദ്യ ഇന്ത്യൻ വനിത. കർണം മല്ലേശ്വരി 2000 സിഡ്നി ഒളിമ്പിക്സിൽ ആദ്യമായിട്ട് ഇന്ത്യക്ക് വേണ്ടി വെങ്കല മെഡൽ നേടി. ആദ്യ ഇന്ത്യൻ വനിത. ശരി. ഇനി ഇന്ത്യക്ക് വേണ്ടി സ്വർണം നേടിയതാരാണ്? ഇന്ത്യക്ക് വേണ്ടി ആദ്യമായിട്ട് വ്യക്തിഗത സ്വർണം നേടിയതാണെങ്കിൽ അഭിനവ് ബിന്ദ്ര 2008 ബീജിംഗ്. എന്നാൽ അത്ലറ്റിക്സിൽ ആദ്യമായി സ്വർണം നേടിയത് നീരജ് ചോപ്ര 2020. നീരജ് ചോപ്ര ഏതായിട്ടായിരുന്നു? ജാവലിംഗ് ത്രോ. എത്ര മീറ്ററാണ് അദ്ദേഹം എറിഞ്ഞത്? 87.58 മീറ്ററാണ്. 58 മീറ്ററാണ്. ഓഗസ്റ്റ് 7 ജാവലിംഗ് ത്രോ ഡേ. ഓഗസ്റ്റ് 7 അദ്ദേഹം ജാവലിംഗ് ത്രോ എറിഞ്ഞത്. അപ്പോൾ അത് ജാവലിംഗ് ത്രോ ഡേ ആയിട്ട് ഓഗസ്റ്റ് 7 ആഘോഷിക്കുന്നല്ലേ. ഇനി നമുക്ക് സൂരജിനടുത്തല്ലേ ചോദിക്കാം. സൂരജ്, 2024 പാരീസ് ഒളിമ്പിക്സിൽ നമ്മുടെ പൊസിഷൻ എങ്ങനെയായിരുന്നു? ഇന്ത്യയുടെ പൊസിഷൻ മൊത്തം പങ്കെടുത്ത രാജ്യങ്ങൾ. അപ്പോൾ 2024 പാരീസ് ഒളിമ്പിക്സിനെ കുറിച്ചൊന്ന് സവിസ്തരമായിട്ട് സംസാരിക്കട്ടെ. എന്താ ലൈവായിട്ട് കാണണം, ആ ഗ്രൗണ്ട് അവരെ മനസ്സിൽ കാണണം ഈ കേൾക്കുന്നവരുടെ. കാരണം നമ്മൾ ഈ ക്ലാസ്സിൽ വരുന്നവർ മുഴുവൻ റാങ്ക് ഫയൽ വാങ്ങാൻ പറ്റാത്തവരും മറ്റുമൊക്കെയാണ്. AC മുറിയിലിരുന്ന് പഠിക്കാൻ ഭാഗ്യമില്ലാത്തവരാണ്. അങ്ങനെയുള്ള സാധാരണക്കാരുടെ മക്കളാണ് നമ്മുടെ ക്ലാസ്സിൽ വരുന്നത്. അതുകൊണ്ട് അവരെ മാക്സിമം നമുക്ക് സഹായിക്കണം. നമ്മളിത് തുടങ്ങിയിടം മുതൽ മാക്സിമം സഹായിക്കുകയാണ്. ശരി, പറഞ്ഞോളൂ. അപ്പോൾ 2024 ഒളിമ്പിക്സ് നടന്നത് നിങ്ങൾക്കറിയാം, പാരീസിലാണ് നടന്നത്. അപ്പോൾ പാരീസിൽ ആദ്യമേ നമ്മൾ പറഞ്ഞു സാധാരണ സ്റ്റേഡിയത്തിലായിരിക്കും ഉദ്ഘാടന ചടങ്ങുകൾ നടക്കുക. ഇത്തവണ സീൻ നദി കൂടെയാണ് അതിൻ്റെ മാർച്ച് പാസ്റ്റൊക്കെ നടന്നു വന്നത്. അപ്പോൾ നമ്മൾ ഇനി പോകുന്നത് ഇന്ത്യയുടെ നേട്ടം അല്ലെങ്കിൽ ഇന്ത്യയുടെ സ്ഥാനമാണ്. ഇന്ത്യ എത്രാം സ്ഥാനത്താണ് ഈ ഒളിമ്പിക്സിൽ എത്തിയത്? ഇന്ത്യ എത്തിയത് 71 സ്ഥാനത്താണ്. ഇന്ത്യ എത്തിയത് 71 സ്ഥാനത്താണ്. അതേസമയം 2020 ഇന്ത്യയുടെ സ്ഥാനം എത്രയാണെന്ന് ചോദിച്ചാൽ 48 ആയിരുന്നു. 48. 71. 2024 ഇന്ത്യ നേടിയത് 71 സ്ഥാനമാണ്. സ്വർണം നമുക്ക് ലഭിച്ചില്ല. 1 വെള്ളിയും 5 വെങ്കലവുമാണ് നമുക്ക് ലഭിച്ചത്. 6 മെഡൽ. ഈ ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് ആകെ ലഭിച്ചത് 6 മെഡലാണ്. 1 വെള്ളിയും 5 വെങ്കലവുമാണ് നമുക്ക് ലഭിച്ചത്. ആ വെള്ളി നേടിത്തന്ന താരമാണ് നീരജ് ചോപ്ര. നീരജ് ചോപ്ര ഏത് ഇനമാണെന്ന് ചോദിച്ചാൽ ജാവലിൻ ത്രോയാണ്. എറിഞ്ഞ ദൂരം ചോദിച്ചാൽ 89.45 മീറ്ററാണ്. 89.45 മീറ്റർ. അതേസമയം വെള്ളി ലഭിച്ചു. 2020 സ്വർണം ലഭിച്ചു. അന്ന് എറിഞ്ഞ ദൂരം 87.58 മീറ്റർ ആയിരുന്നു. 87.58 മീറ്റർ കിട്ടിയില്ല. കാരണം 1ാം സ്ഥാനത്ത് എത്തിയ ആള് 92.97 മീറ്റർ എറിഞ്ഞു. 92.97 മീറ്റർ. പാകിസ്ഥാൻകാരനാണ് അർഷാദ് നദീം. അതെ. അർഷാദ് നദീമിനാണ് സ്വർണം കിട്ടിയത്. അർഷാദ് നദീം 92.97 മീറ്റർ. രാജ്യം നദീം NADEEM. നദീം. അർഷാദ് നദീം. ജാവലിംഗിലെ പാകിസ്ഥാന്റെ ആ ക്വസ്റ്റ്യൻ ഉറപ്പാണ്. നിങ്ങൾ സംശയിക്കരുത്. ഒരു അടുത്തൊരു പരീക്ഷയ്ക്ക് ആ ക്വസ്റ്റ്യൻ 100% ചോദിച്ചു. സാഹചര്യം കൂടെ വെളിപ്പെടുത്തും. അർഷാദ് നദീമിനാണ്. അർഷാദ് നദീം ആണ് സ്വർണം കിട്ടിയത്. അപ്പോൾ അദ്ദേഹത്തിന് ഈ ജാവലിൻ വാങ്ങാനുള്ള
കാശ് കയ്യിലില്ല, പാകിസ്ഥാൻ താരമാണ്, നമ്മളെ പോലുള്ള പ്രോത്സാഹനം ഒന്നുമില്ല, കിട്ടത്തില്ല. അപ്പൊ അങ്ങനെ വന്നപ്പോഴത്തേക്കും ഈ ജാവലിൻ വാങ്ങിച്ചു കൊടുത്തത് ശരിക്കും നീരജ് ചോപ്രയാണ്. അതാണ് ആദ്യം സ്വർണം, രണ്ടാമത് വെള്ളി. വെള്ളി. അപ്പോൾ അതാണ് ഒരു ഇന്ത്യക്കാരന്റെ മനസാക്ഷി, അല്ലെങ്കിൽ ആ ഒരു സ്നേഹം എന്ന് പറയുന്ന അവിടെ ആയിരുന്നു. അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ആ ഒരു ജാവലിൻ മേടിച്ചു കൊടുത്തതാരെന്ന് ചോദിച്ചാൽ അത് നീരജ് ചോപ്രയായിരുന്നു. ശരി, അടുത്തത്. പിന്നെ ഇനി നമുക്കപ്പോ ഒരു വെള്ളി കറക്റ്റായി. ഇനി നമുക്ക് 5 മെഡൽ കൂടി. 5 മെഡലാണ്. ആർക്കൊക്കെയാണെന്ന് വ്യക്തമായിട്ടൊന്ന് പറയണം. അത്യാവശ്യം പേര് ക്ലാരിറ്റി ഇല്ലെങ്കിൽ അത് എഴുതിയിട്ട്. ശരി, രാഷ്മ എഴുതാൻ റെഡിയായി. അപ്പൊ ഇനി 5 വ്യക്തികൾക്കാണ്, ഇനി 5 വെങ്കല മെഡൽ നേടിയ വ്യക്തികൾ ആരൊക്കെയാണെന്നാണ് നമ്മൾ നോക്കാനുള്ളത്. ഒന്നാമത്തെ ആള് ഒരെണ്ണം എഴുതിക്കോളൂ. ഒന്നൊന്ന് എഴുതിയിട്ട് വെള്ളി നീരജ് ചോപ്ര. അതെ, പക്ഷേ ആളുകൾക്ക് അത് ഉപയോഗിക്കാമല്ലേ. അതെ, വെള്ളി നേടിയ ആള് നീരജ് ചോപ്ര. ഹരിയാന സ്വദേശിയാണ് നീരജ് ചോപ്ര എന്നുകൂടി ഓർത്ത് വയ്ക്കുക. 89.45 മീറ്റർ ആണ് പാരീസ് ഒളിമ്പിക്സിൽ അദ്ദേഹം എറിഞ്ഞത്. 89.45 മീറ്റർ. ഇനി രണ്ടാമത് നമ്മൾ വരുമ്പോൾ വെങ്കല മെഡലുകളാണ്. 5 വെങ്കല മെഡലാണ് പഠിക്കേണ്ടതായിട്ടുള്ളത്. ഒന്നാമത്തെ ആള് മനു ഭാക്കർ. അടുത്ത ആള് മനു ഫാക്കർ ഏത് ഇനമാണെന്ന് ചോദിച്ചാൽ ഷൂട്ടിംഗ് താരമാണ്. മനു ഫാക്കർ ഷൂട്ടിംഗ് താരമാണ്. ഇനി വേണമെങ്കിൽ സ്പെസിഫിക് ആയിട്ട് എത്ര മീറ്റർ ഷൂട്ടിംഗ് ആണെന്ന് ഇവിടെ ചോദിക്കാം. ഉണ്ട്, 10 മീറ്റർ ഷൂട്ടിംഗ് ആണ് മനു ഫാക്കർ. ആദ്യമായിട്ട് സ്വർണം ലഭിച്ച ഷൂട്ടിംഗ് ആണ്, 10 മീറ്റർ ഷൂട്ടിംഗ് ആണ്. അതെ, 2008 ബീജിംഗ് ഒളിമ്പിക്സിൽ സ്വർണം നേടിയ അഭിനവ് ബിന്ദ്രയും 10 മീറ്റർ ഷൂട്ടിംഗ് ആയിരുന്നു. മറക്കത്തില്ല. അപ്പൊ മനു ഭാക്കറിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ 2 കാര്യങ്ങൾ നമ്മൾ പ്രധാനമായിട്ട് ഓർക്കണം. സ്വതന്ത്ര ഇന്ത്യയിൽ ഒരു ഒളിമ്പിക്സിൽ 2 മെഡൽ നേടിയ ആദ്യ താരം, അത് ചോദിച്ചാൽ അതിന്റെ ഉത്തരം മനു ഭാക്കർ ആണ്. ഇനി രണ്ടാമത്തെ പോയിന്റ്, 2024 ഒളിമ്പിക്സിൽ ആദ്യത്തെ മെഡൽ ഇന്ത്യക്ക് വേണ്ടി നേടിയത് ആരെന്ന് ചോദിച്ചാലും മനു ഫാക്കർ ആണ്. അതായത് 2024 ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി ആദ്യമായിട്ട് മെഡൽ നേടിയത് ചോദിച്ചാലും മനു ഭാക്കർ ആണ്. സ്വദേശം ചോദിച്ചാൽ ഹരിയാന തന്നെയാണ്. സ്വദേശം ഹരിയാന. ഇനി അവിടെ വേറൊരു കറണ്ട് അഫെയർ റിലേറ്റഡ് ഫാക്റ്റ് കൂടെ ഉണ്ട്. 2024 സെപ്റ്റംബറിൽ മനു ഭാക്കറിനെ ഒരു മന്ത്രാലയം, കേന്ദ്ര മന്ത്രാലയം, തുറമുഖ ഷിപ്പിംഗ് മന്ത്രാലയം, ആ മന്ത്രാലയത്തിന്റെ ബ്രാൻഡ് അംബാസഡറായിട്ട് അപ്പോയിന്റ് ചെയ്തു. ബ്രാൻഡ് അംബാസഡർ മനു ഭാക്കർ ആണ് നിലവിൽ തുറമുഖ ഷിപ്പിംഗ് മന്ത്രാലയത്തിന്റെ ബ്രാൻഡ് അംബാസഡർ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനു ഭാക്കറുമായി ബന്ധപ്പെട്ട് ഓർത്ത് വയ്ക്കുക. 2 മെഡലായി, ഒരു വെങ്കലമായി. അതെ. ഇനി മൂന്നാമത്തെ മെഡല് അതൊരു ടീം ഇനത്തിൽ കിട്ടിയതാണ്. മനു ഭാക്കറും സരഫ്ജോത് സിംഗ്. മനു ഭാക്കർ, സരഫ്ജോത് സിംഗ് ഡബിൾസ് ആണ്. ഡബിൾസ്, അതായത് ടീം ഇനത്തിലാണ് മത്സരിച്ചത്. മീറ്റർ ചോദിച്ചാൽ എത്ര മീറ്റർ ഷൂട്ടിംഗ് ആണെന്ന് ചോദിച്ചാൽ 10 മീറ്റർ തന്നെയാണ്. 10 മീറ്റർ ഷൂട്ടിങ്ങിലാണ് സരഫ്ജോത് സിംഗും മനു ഭാക്കറും മത്സരിച്ചത്. അപ്പൊ ഇനി അവിടെ വീണ്ടും ഒരു ചോദ്യമുണ്ട്. ഒളിമ്പിക് ഷൂട്ടിങ്ങിൽ ടീം ഇനത്തിൽ ഇന്ത്യക്ക് വേണ്ടി ആദ്യമായിട്ട് മെഡൽ നേടിത്തന്നത് ഏത് സഖ്യമാണെന്ന് ചോദിച്ചാൽ ഇവരാണ്. ഈ സഖ്യമാണ്, സരഫ്ജോത് സിംഗും മനു ഭാക്കറും ചേർന്ന സഖ്യം. ഇനി സരഫ്ജോത് സിംഗ് ഏത് സ്വദേശമാണെന്ന് ചോദിച്ചാൽ ഹരിയാന തന്നെയാണ്. സരഫ്ജോത് സിംഗും ഹരിയാനയാണ്. അപ്പൊ 4ാമത്തെ മെഡലിലോട്ട് പോവാം. 4ാമത്തെ ആള് സ്വപ്നിൽ കുശാലെ. സ്വപ്നിൽ കുശാലെ 50 മീറ്റർ ഷൂട്ടിംഗ് ആണ്. ഇനം ചോദിച്ചാൽ ഷൂട്ടിംഗ് തന്നെയാണ്. ഇവിടെ എത്ര മീറ്റർ ആണെന്ന് സ്പെസിഫൈ ചെയ്ത് ചോദിച്ചു കഴിഞ്ഞാൽ 50 മീറ്റർ ആണ്. 50 മീറ്റർ. അദ്ദേഹത്തിന്റെ മാത്രം സ്വദേശം ഒന്ന് മാറ്റി പഠിക്കുക. സ്വപ്നിൽ കുശാലെ മഹാരാഷ്ട്ര സ്വദേശിയാണ്. സ്വപ്നിൽ കുശാലെ മഹാരാഷ്ട്രക്കാരനാണ്. ഇനി 5ാമത്തെ താരമാണ് അമൻ ഷെരാവത്ത്. ഇദ്ദേഹം ഗുസ്തി താരമാണ്. അമൻ ഷെരാവത്ത് 57 കിലോഗ്രാം വിഭാഗത്തിലാണ് മത്സരിച്ചത്. 57 കിലോഗ്രാം വിഭാഗത്തിലാണ് മത്സരിച്ചത്. അവിടെ പഠിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്, ഇന്ത്യക്ക് വേണ്ടി വ്യക്തിഗത മെഡൽ നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി. ഇന്ത്യക്ക് വേണ്ടി വ്യക്തിഗത മെഡൽ നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയാണ് അമൻ ഷെരാവത്ത്. ഗുസ്തി താരമാണ്, 21 വയസ്സ്. അപ്പൊ 5 മെഡലായി. ഇനി 6ാമത്തെ മെഡൽ, വെങ്കല മെഡൽ എന്ന് പറയുന്നത് ഒരു ടീം ഇനത്തിനാണ്. ഹോക്കിക്ക് കിട്ടിയ മെഡലാണ്. അത് നമ്മൾ സവിസ്തരം സംസാരിച്ച കാര്യമാണ്. 6ാമത്തെ മെഡൽ നേടിയത് ഇന്ത്യൻ. പരീക്ഷയ്ക്ക് ചോദിച്ചത് ഉത്തരം എന്തായിരുന്നു?
എത്ര മെഡൽ ലഭിച്ചതാണോ? 6 മെഡൽ ലഭിച്ചു. 6 മെഡൽ അല്ലേ? അതെ. ആ ഹോക്കി നമ്മൾ പറയുമ്പോഴും സ്റ്റേറ്റ്മെന്റ് വ്യക്തമായി വായിക്കുക. പുരുഷ ടീമാണോ വനിതാ ടീമാണോ പറയുന്നതെന്ന്. പുരുഷ ഹോക്കി ടീമാണ് മെഡൽ നേടിയത്. പുരുഷ ഹോക്കി ടീമാണ് വെങ്കല മെഡൽ നേടിയത്. പുരുഷ ഹോക്കി ടീം. അപ്പോൾ നമ്മുടെ പി ആർ ശ്രീജേഷ് അംഗമായിരുന്നു. അല്ലേ? പി ആർ ശ്രീജേഷ് അംഗമായ ഒരു ടീമായിരുന്നു അത്. പി ആർ ശ്രീജേഷിന്റെ പൊസിഷൻ എന്താണെന്ന് ചോദിച്ചാൽ അദ്ദേഹമായിരുന്നു ഗോൾ കീപ്പർ. അവിടെ അദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോൾ ഓർത്ത് വെക്കേണ്ട പോയിന്റ് ആണ് 16 എന്ന് പറയുന്ന ജേഴ്സി നമ്പർ ഇന്ത്യൻ ഹോക്കി ഫെഡറേഷൻ പിൻവലിച്ചു. അദ്ദേഹത്തിനോടുള്ള സ്മരണാർത്ഥം അല്ലെങ്കിൽ ഓർമ്മയ്ക്ക് അദ്ദേഹത്തിനുള്ള ഇനി ആർക്കും കൊടുക്കില്ല. ആ 16 ശ്രീജേഷിന് അവകാശപ്പെട്ടതാണ്. ഇന്ത്യൻ ഹോക്കി ഫെഡറേഷൻ അത് പിൻവലിച്ചു. ഫെയ്ത്ത് ബിഹൈൻഡ് ദ ഗ്രിൽ അദ്ദേഹത്തിന്റെ ആത്മകഥയാണ്. ഫെയ്ത്ത് ബിഹൈൻഡ് ദ ഗ്രിൽ. വ്യക്തമല്ല. ഫെയ്ത്ത് ബിഹൈൻഡ് ദ ഗ്രിൽ. പി ആർ ശ്രീജേഷിന്റെ ആത്മകഥയാണ്. അത് PSC ഈ ഇടയ്ക്ക് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. ഫെയ്ത്ത് ബിഹൈൻഡ് ദ ഗ്രിൽ സമ്മതിച്ചു ആണ് പി ആർ ശ്രീജേഷിന്റെ ആത്മകഥ. ഇപ്പൊ 16 നമ്പർ ജേഴ്സി കൂടെ ഒന്ന് ഓർത്ത് വയ്ക്കണം. അപ്പൊ ഈ പഠിച്ചതിൽ നമ്മൾ ഈ പറഞ്ഞ താരങ്ങളില് സ്വപ്നിൽ കുശാലെ ഏറ്റവും പ്രായം കുറഞ്ഞ അമൻ ഷെരാവത്താണ്. ഇനി ആ സ്വപ്നിൽ കുശാലെ മാത്രം വ്യക്തികളിൽ മാറ്റി പഠിച്ചാൽ മതി. അദ്ദേഹം മാത്രമാണ് മഹാരാഷ്ട്ര സ്വദേശി. ബാക്കി എല്ലാവരുടെയും സ്വദേശം നിങ്ങൾക്ക് ഹരിയാന പഠിക്കാം. ഓക്കെ ആണല്ലോ. അപ്പൊ ഇത്രയും പേരാണ് ഇന്ത്യക്ക് വേണ്ടി മെഡൽ നേടിയത്. ഇന്ത്യയുടെ സ്ഥാനം ചോദിച്ചാൽ 71 സ്ഥാനം. 71 സ്ഥാനം. 6 മെഡലാണ് നേടിയത്. പിന്നെ ഈ ഒളിമ്പിക്സില് പിന്നെ മാർച്ച് ഫാസ്റ്റ് നടത്തും. അതെ. അത് ആദ്യം ആരാണ്, അവസാനം ആരാണ്? ആദ്യം പോകുന്നത് ഗ്രീസ് ആണ് ആദ്യം, അതായത് ഒളിമ്പിക്സ് തുടങ്ങിയ രാജ്യം. അവസാനം പോകുന്നത് ആതിഥേയ രാജ്യമായിരിക്കും. ഇപ്പോഴാണെങ്കിൽ അത് ഫ്രാൻസ് ആണ് ഏറ്റവും അവസാനം പോകുന്നത്. ഇന്ത്യയിൽ വെച്ച് നടക്കുകയാണെങ്കിൽ ഇന്ത്യ അവസാനം പോകുന്നത് അല്ലേ? അതൊന്ന് ഓർമ്മിച്ച് വെക്കേണ്ട ഒന്നാണ്. ഇന്ത്യയുടെ സ്ഥാനം 84. മാർച്ച് ഫാസ്റ്റിൽ 84 ആരായിരുന്നു ലീഡ് ചെയ്തത്? ഉദ്ഘാടന ചടങ്ങിന് ലീഡ് ചെയ്തത് അജന്ത ശരത് കമലും രണ്ടാമത്തെ ആള് PV സിന്ധുവും. അജന്ത ശരത് കമൽ എന്ന് പറയുന്നത് ടേബിൾ ടെന്നീസ് താരമാണ്. PV സിന്ധു ബാഡ്മിന്റൺ താരമാണ്. ഇനി സമാപന ചടങ്ങിൽ ആരാണ് പതാക വഹിച്ചതെന്ന് ചോദിച്ചാൽ PR ശ്രീജേഷ്, മലയാളിയായ PR ശ്രീജേഷും മനു ഭാക്കറും ചേർന്നാണ് സമാപന ചടങ്ങിൽ. അപ്പോൾ അത് വളരെ കറക്റ്റാണ്. നമ്മുടെ സുഹൃത്തുക്കൾക്ക് മനസ്സിലായി കാണുമല്ലോ. 2024 ഒളിമ്പിക്സ് ഇന്ത്യയുടെ സ്ഥാനം 71 ആയിരുന്നുവെന്നും 6 മെഡലുകളാണ് ഇന്ത്യ നേടിയതെന്നും അതിൽ 1 വെള്ളിയും ബാക്കി 5 വെങ്കലവുമായിരുന്നുവെന്നും പിന്നെ PR ശ്രീജേഷിൻ്റെ കാര്യം പ്രത്യേകിച്ച് എടുത്ത് സംസാരിക്കുകയും ചെയ്തു. ശരിയല്ലേ? വളരെ ക്ലാരിറ്റിയോടുകൂടിയാണ് സംസാരിച്ചത്. നമുക്ക് ഇനി ഇരുന്നാൽ മതിയോ? ബാക്കി കാര്യങ്ങളോട് പറയണ്ടേ? ശരി, അടുത്ത നമുക്ക് എങ്ങനെ ഇവിടെ തുടങ്ങാം? ഒരു ഒളിമ്പിക്സിൽ 2 ഒളിമ്പിക്സുകളിൽ വ്യക്തമായിട്ട് ഇതെടുത്ത് പറയും, വ്യക്തമായിട്ട്. അതായത് അടുത്തടുത്ത 2 ഒളിമ്പിക്സുകളിൽ മെഡൽ നേടിയ കായിക താരങ്ങളാണ്. സുശീൽ കുമാർ 2008, 2012. അത് കഴിഞ്ഞ് PV സിന്ധു ആണ്. PV സിന്ധു 2016, 2020. അന്ന് 2016 റിയോ ഡി ജനീറോ, 2020 ടോക്കിയോ ഒളിമ്പിക്സ്. ടോക്കിയോ ഒളിമ്പിക്സ്. 2020 ടോക്കിയോയില് ധീരജ് ചോപ്ര സ്വർണ്ണ മെഡല്. 2024 പാരീസിൽ വെങ്കല മെഡൽ, വെള്ളി മെഡൽ. ഇവർ 3 പേരുമാണ് അടുത്തടുത്ത ഒളിമ്പിക്സുകളിൽ മെഡൽ നേടുന്ന താരമായിട്ട് മാറിയത്. ശരി, പിന്നെ വേറെ നമുക്കിനി അടുത്ത വിഷയത്തിലേക്ക് കിടക്കാം. എന്താണ് അടുത്ത വിഷയം നമുക്ക് പഠിക്കേണ്ടത്? ഇനി നമ്മൾ പഠിച്ചു വരേണ്ടത് മെഡൽ പട്ടിക നോക്കാം. മെഡൽ പട്ടിക നമുക്ക് അത് വരച്ച് ചെയ്യും. മെഡൽ പട്ടിക നമ്മൾ പഠിച്ചു. ഏറ്റവും കൂടുതൽ കിട്ടിയത് ചോദിച്ചു 40 സ്വർണം വീതം കിട്ടിയത്. അപ്പോൾ മെഡൽ പട്ടികയാണ് നമ്മൾ നോക്കുന്നത്. എത്ര രാജ്യങ്ങളാണ് പങ്കെടുത്തത്? 206 രാജ്യങ്ങൾ. 206 ആകെ പങ്കെടുത്ത രാജ്യങ്ങൾ 206 രാജ്യങ്ങളാണ്. ഇന്ത്യയുടെ സ്ഥാനം. ഏറ്റവും കൂടുതൽ മത്സരാർത്ഥികൾ ഉണ്ടായിരുന്നത് അമേരിക്കയിൽ നിന്നാണ്. ഏറ്റവും കൂടുതൽ മത്സരാർത്ഥികൾ അമേരിക്ക എന്നാണ്. ഒന്നാം സ്ഥാനം അമേരിക്ക തന്നെയാണ്, തർക്കമൊന്നുമില്ല. 1-ാം സ്ഥാനം അമേരിക്ക. 40 സ്വർണം,
40-44-44-42 ആകെ കളിക്കുകയാണ്. ആകെ 126 മെഡലാണ്. 126 എഴുതിയിരിക്കുന്ന ആദ്യം സ്വർണം, വെള്ളി, വെങ്കലം. അതെ അതെ, ശരി, സമ്മതിച്ചു. ഒന്നാം സ്ഥാനം കിട്ടി അമേരിക്ക. രണ്ടാമത്തെ സ്ഥാനം ചൈന. മെഡൽ നിലയിൽ 2024 പാരീസ് ഒളിമ്പിക്സിൽ രണ്ടാമതെത്തിയത് ചൈന. രണ്ടാം സ്ഥാനത്തെത്തിയ ചൈനയുടെ മെഡൽ നില നോക്കിക്കഴിഞ്ഞാൽ 40 സ്വർണം, 27 വെള്ളി, 24 വെങ്കലം, അങ്ങനെ 91. ഇനി അവിടെ പഠിക്കേണ്ടത് എങ്ങനെയാണ് അമേരിക്കയും ചൈനയും 1ഉം 2ഉം സ്ഥാനങ്ങളിലായത്. ഒളിമ്പിക്സിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ സ്വർണം കിട്ടുന്ന രാജ്യത്തിനാണ് 1ാം സ്ഥാനം കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നോക്കൂ, അവിടെ 40 സ്വർണം വീതമാണ് അമേരിക്കയ്ക്കും ചൈനയ്ക്കും വന്നത്. അങ്ങനെ ഒരു ടൈ വരുന്ന സാഹചര്യത്തിൽ രണ്ടാമത് നോക്കും. ഏറ്റവും കൂടുതൽ വെള്ളി ആർക്കാണ് കിട്ടിയത് നോക്കും. 44 വെള്ളിയാണ് കിട്ടിയത് അമേരിക്കയ്ക്കാണ്. അതുകൊണ്ടാണ് അമേരിക്ക 1ാം സ്ഥാനത്തെത്തിയത്. ചുരുക്കി പറഞ്ഞാൽ അമേരിക്കയ്ക്കും ചൈനയ്ക്കും സ്വർണം 40 ശരിയല്ലേ? അതെ. പക്ഷേ വെള്ളി കൂടുതൽ അമേരിക്കയ്ക്ക് കിട്ടിയതുകൊണ്ട് മെഡൽ പട്ടികയിൽ അമേരിക്ക 1ാമതെത്തി. അതെ, യെസ് സാർ. ശരി, അടുത്തത്. അപ്പോൾ അമേരിക്ക 1ാമതെത്തി. അവിടെയാണ് ചോദ്യം വന്നത്. 40 വീതം സ്വർണം നേടിയ അമേരിക്കയ്ക്കും ചൈനയ്ക്കും എത്ര വീതം സ്വർണ്ണമാണ് കിട്ടിയെന്നാണ് ചോദ്യം വന്നത്. 40 വീതം സ്വർണ്ണമായിരുന്നു. നമ്മൾ അത് ശ്രദ്ധിക്കില്ല. ഇങ്ങനെ പഠിച്ചുകൊണ്ട് പോകുമ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കില്ല. അതാണ് പരീക്ഷയ്ക്ക് ചോദിച്ചത്. PSC പരീക്ഷയ്ക്ക് ഇപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടായിരുന്നതാണ്. അതെ, നമ്മളത് കണ്ടപ്പോൾ തന്നെ നമ്മുടെ ഓഫ്ലൈൻ ക്ലാസ്സിൽ പറഞ്ഞതാണ്. 40 പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം നമ്മളെ ക്ലാസ്സിൽ പറയുന്നുണ്ട്. പിന്നെ നമ്മളെ സാധാരണക്കാരായതുകൊണ്ടും പരസ്യമില്ലാത്തതുകൊണ്ട് AC ഇല്ലാത്തതുകൊണ്ട് ലിഫ്റ്റ് ഇല്ലാത്തതുകൊണ്ടും നമ്മൾ അല്പം പുറകിലാണ്. അതാണ് പ്രശ്നം. നിങ്ങൾക്ക് എങ്ങനെ ഇവിടെ വരാൻ തോന്നുന്നു? നിങ്ങൾക്ക് AC വേണ്ടേ, ലിഫ്റ്റ് വേണ്ടേ, നല്ല കുട്ടപ്പന്മാരായ അധ്യാപകർ വേണ്ടേ? ഏതാണ്ട് ഇവിടെ തലയൊക്കെ നിറച്ച് ആകെ പ്രശ്നമാണ് കേട്ടോ. ഇങ്ങനെ നിന്നാൽ മൂന്നാമത്തെ രാജ്യം ജപ്പാനാണ്. ഇനി ആ മെഡൽ പഠിക്കണമെന്നില്ല, ഓർത്താൽ മതി. മൂന്നാമത്തെ രാജ്യം ജപ്പാൻ. ഇതുപോലെ തന്നെ 2020 ആദ്യത്തെ 3 സ്ഥാനം. അടുത്ത 4ാമത്തെ രാജ്യം ഓസ്ട്രേലിയ. 5ാമത്തെയാണ് നിങ്ങൾ മാറ്റി വെച്ച് പഠിക്കേണ്ടത്. ആതിഥേയ രാജ്യത്തിന്റെ സ്ഥാനം എത്ര എന്ന് ചോദിച്ചാൽ അത് 5ാം സ്ഥാനമാണ്. ഫ്രാൻസിന്റെ 5ാം സ്ഥാനം. ഫ്രാൻസ് ആണ് 5ാം സ്ഥാനത്തെത്തിയത്. ഫ്രാൻസിന് നേടാൻ കഴിഞ്ഞത് 5ാം സ്ഥാനമാണ്. അപ്പൊ ഇനി ഇന്ത്യക്ക് എത്രാം സ്ഥാനമാണെന്ന് ചോദിച്ചാൽ 71ാം സ്ഥാനമാണ്. 6 മെഡലോട് കൂടി ഇന്ത്യ എത്തിയത് 71ാം സ്ഥാനത്താണ്. ഇതിനിടയിൽ സജിലെന്തോ പറയാൻ ശ്രമം കൂട്ടിച്ചേർക്കാനുണ്ട്. 2020 ഒളിമ്പിക്സിലും ആദ്യ സ്ഥാനം അമേരിക്ക, 2ാം സ്ഥാനം ചൈന, 3ാം സ്ഥാനം ജപ്പാൻ. അത് നല്ല കോമ്പിനേഷൻ അല്ലേ? നല്ല കോമ്പിനേഷൻ. 2020-24 ആദ്യത്തെ 3 സ്ഥാനം ഒരേപോലെ തന്നെ. അമേരിക്ക, ചൈന, ജപ്പാൻ. ശരിയാണ്, കറക്റ്റാണ്. സജില നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട്. ഒളിമ്പിക്സ് വേദികൾ ഈ 2 പ്രാവശ്യം നടന്ന രാജ്യത്തെ കുറിച്ച് സജിൽ കഴിഞ്ഞ ക്ലാസ് സംസാരിച്ചു. ഏതൊക്കെയാണെന്ന് പറയും. ഈ 2 അല്ല, 3 പ്രാവശ്യം. ഒന്ന് ബ്രിട്ടനിലാണ്, ലണ്ടനിലാണ് ഒന്ന്. ലണ്ടനിൽ 3 പ്രാവശ്യം. അതായത് UK-ൽ 3 പേര്. ശരിയല്ലേ? പിന്നെ പാരീസ് 2ാമത്തെ രാജ്യമായിട്ട് ഫ്രാൻസിൽ 3 പ്രാവശ്യം നടന്നു. അടുത്ത 3ാമത്തെ പ്രാവശ്യം ആവാൻ പോകുന്നത് അമേരിക്കയാണ്. അമേരിക്കയിൽ 2026 നടക്കുമ്പോഴത്തേക്ക് അമേരിക്കയിൽ 3 പ്രാവശ്യം ഒളിമ്പിക്സ് വേദിയായി മാറും. അതുപോലെ തന്നെ അമേരിക്ക ഇപ്രാവശ്യം 3 പ്രധാന കായിക ഇനങ്ങളുടെ വേദിയായിരുന്നു അമേരിക്ക എന്ന് പറയുന്നത്. അതായത് 2024 2020 വേൾഡ് കപ്പ് അമേരിക്കയിലാണ് നടന്നത്. ഇന്ത്യയാണ് ജയിച്ചത്. പുരുഷ 2020 മത്സരമാണ്, ഇന്ത്യയാണ് ജയിച്ചത്. തോൽപ്പിച്ച സൗത്ത് ആഫ്രിക്കയാണ്. പിന്നെ അടുത്ത് 2026 വേൾഡ് കപ്പ് നടക്കാൻ പോകുന്നത് ഫിഫ വേൾഡ് കപ്പ് അമേരിക്ക, മെക്സിക്കോ, കാനഡ 3 രാജ്യങ്ങളിലാണ്. അപ്പോൾ നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം. മൈ ഡിയർ ഫ്രണ്ട്സ്, 2024 പാരീസ് ഒളിമ്പിക്സിൽ അതിൻ്റെ വേദി നമ്മൾ പറഞ്ഞല്ലോ പാരീസ് ആയിരുന്നു. 33ാമത്തെ ഒളിമ്പിക്സ് ആണ്. ഉദ്ഘാടന വേദിയായിരുന്നത് സീൻ നദിയാണ്. അപ്പോൾ പാരീസ് സീൻ നദിയുടെ കരയിലാണ് പാരീസ്. സീൻ നദി. പിന്നെ ഇത്തവണത്തെ പാരീസ് ഒളിമ്പിക്സിന്റെ മോട്ടോ എന്ന് പറയുന്നത് ഗെയിംസ് വൈഡ് ഓപ്പൺ എന്നായിരുന്നു. ഗെയിംസ് വൈഡ് ഓപ്പൺ. ശരിയാണ്. അതിന്റെ ഭാഗ്യചിഹ്നം എന്ന് പറയുന്നത് ഫ്രിഞ്ചസ് എന്നുള്ളതായിരുന്നു.
അത് 1789 ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട ആണ് ഈ ഫ്രിഞ്ചസ് എന്ന് പറയുന്ന ഭാഗ്യചിഹ്നം. ഫ്രിഞ്ചസ്. പിന്നെ ഇതിന്റെ ഉദ്ഘാടനം ചെയ്തത് ഇമ്മാനുവൽ മാക്രോൺ ആണ്, ഫ്രഞ്ച് പ്രസിഡന്റായ ഇമ്മാനുവൽ മാക്രോൺ കണ്ടിട്ടുണ്ട് കഴിഞ്ഞ റിപ്പബ്ലിക് ദിനത്തിൽ അതിഥിയായിട്ട് വന്നു. ഇമ്മാനുവൽ മാക്രോൺ. ശരിയാണ്. ദീപശിഖ അതിന്റെ പ്രയാണം ആദ്യം തുടങ്ങിയത് ഗ്രീസിലെ ഒളിമ്പിയയിൽ നിന്നാണ് തുടങ്ങിയത്. ഈ ദീപശിഖ തെളിയിച്ച വ്യക്തിയുടെ പേര് മേരി മിന്ന, ഗ്രീക്ക് നടിയായ മേരി മിന്ന. നിങ്ങൾ സ്പീഡിന് പറഞ്ഞാൽ പറ്റില്ല, ഒരു സംശയവും വേണ്ട. 2024 ജൂലൈ 26 മുതൽ ഓഗസ്റ്റ് 11 വരെയാണ് ഒളിമ്പിക്സ് നടന്നത്. ശരി. എത്ര ദിവസമാണ് സാധാരണ ഒളിമ്പിക്സ്? 16 ദിവസം. ഏറെക്കുറെ 16 ദിവസമായിരിക്കും. ആദ്യമൊക്കെ എത്ര ദിവസമായിരുന്നു? ആദ്യ ഒളിമ്പിക്സ് ഒറ്റ ദിവസമായിരുന്നു. ഇപ്പൊ ഏകദേശം 16 ദിവസമാണ് ഒളിമ്പിക്സ് നടക്കുന്നത് അല്ലേ? ശരി, ആയിക്കോട്ടെ. ഇന്ത്യയിൽ നിന്ന് പങ്കെടുത്തത് 117 മത്സരാർത്ഥികളായിരുന്നു. അതില് ഏറ്റവും കൂടുതൽ ഹരിയാന സ്റ്റേറ്റിൽ നിന്നുള്ളവരാണ് ഏറ്റവും കൂടുതൽ. നമ്മൾ അപ്രീസിയേറ്റ് ചെയ്യണല്ലേ, അവർ കൊച്ചു സ്ഥലത്ത് നിന്ന് ഇത്രയും പേര് പങ്കെടുക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ സ്റ്റേറ്റ് ആണ്. മെഡൽ നേടിയതും ഹരിയാനക്കാരാണ്. സ്വപ്നിൽ കുസാലെ മാത്രമേ ഉള്ളൂ മഹാരാഷ്ട്രൻ സ്വദേശി, ബാക്കി എല്ലാവരും ഹരിയാന സ്വദേശികളാണ്. അതായത് വളരെ പ്രധാനപ്പെട്ട പോയിന്റ്. നമ്മളിത് ഉറക്കെ ചിന്തിക്കേണ്ടതാണ്. നമ്മളെ കേരളത്തിന്റെ കാര്യം ചിന്തിക്കണം, ശരിയല്ലേ? ഇന്ത്യയുടെ കാര്യം മൊത്തത്തിൽ ചിന്തിക്കണം. നമുക്ക് 71ാം സ്ഥാനമാണ് കിട്ടിയത്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യമാണ് നമ്മുടെ രാജ്യം. പക്ഷെ കേരളം ഇപ്പോൾ ഒന്ന് മുന്നേറാനുള്ള ഒരു ശ്രമമുണ്ട്. എന്തുകൊണ്ടാണ് പറയും? ആ കേരള സ്കൂൾ ഒളിമ്പിയാഡ് ഉണ്ടല്ലോ, അതിൽ നിന്ന് കുറെ കുട്ടികൾ ഉയർന്നു വരും. അതിൽ ആരെങ്കിലും നോക്കിക്കോളൂ, നിങ്ങൾക്ക് കാണാൻ പറ്റും ഒളിമ്പിക്സിൽ പോകും, തീർച്ചയായും. കാരണം നാട്ടിൻപുറത്ത് താങ്ങും തള്ളുമില്ലാതെ നിൽക്കുന്ന പാവപ്പെട്ടവന്റെ മക്കളുണ്ടല്ലോ, അവർക്കൊന്ന് ഓടി മുന്നേറാൻ, ചാടി മുന്നേറാൻ ഒരു അവസരം കിട്ടി. അവസരം കിട്ടിയപ്പോഴത്തേക്ക് അവിടുത്തെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കണം. അവിടെ ത്രസിക്കുകയാണ്. അതുകൊണ്ട് കേരളം ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റുകൾക്കും മാതൃകയായി തീരാൻ പോവുകയാണ്. ശരിയല്ല, അതിന് ഒരു തർക്കവും ഇതിനകത്ത്. അതായത് നിങ്ങൾ ആരെല്ലാം അതിനെ എതിർത്താലും ശരി, ഇറ്റ് ഈസ് എ ഫാക്ട്. നടക്കുന്നത് എറണാകുളത്താണ്. ബ്രാൻഡ് അംബാസഡർ PR ശ്രീജേഷ്. ശരി, വരട്ടെ. ഇനി കേരളത്തിൽ നിന്നും ഈ ഒളിമ്പിക്സിൽ, പാരീസ് ഒളിമ്പിക്സിൽ പങ്കെടുത്തത് 7 പേരാണ്. അതൊരു നല്ല PSC ക്വസ്റ്റ്യൻ ആണ്. എല്ലാവരും ശ്രദ്ധിച്ചോളണം. ഞാൻ 3-4 ക്വസ്റ്റ്യൻ കൂടെ ചോദിക്കുകയാണ്. പിന്നെ രേഷ്മ, എത്രാമത്തെ ഒളിമ്പിക്സ് ആണ് പാരീസിൽ നടന്നത്? 33ാമത്തെ ഒളിമ്പിക്സ് ആണ് പാരീസിൽ നടക്കുന്നത്. അത് എത്ര രാജ്യങ്ങൾ പങ്കെടുത്തു? 206 രാജ്യങ്ങളാണ് പങ്കെടുത്തത്. 1, 2, 3 കിട്ടിയ രാജ്യങ്ങൾ ഏതൊക്കെയാ? 1ാമത്തെ രാജ്യം അമേരിക്ക, 2 ചൈന, 3 ജപ്പാൻ. 40 സ്വർണം വീതം കിട്ടിയ രാജ്യങ്ങൾ ഏതൊക്കെയാ? അമേരിക്കയും ചൈനയ്ക്കുമാണ് 40 സ്വർണം കിട്ടിയത്. ശരി. ഇന്ത്യക്ക് എത്ര മെഡലാണ് ആകെ കിട്ടിയത്? ഇന്ത്യക്ക് ആകെ 6 മെഡലാണ് കിട്ടിയത്. അതിൽ 1 വെള്ളിയും 5 വെങ്കലവുമാണ് ഉള്ളത്. ഒളിമ്പിക്ക് 6 മെഡലുള്ളതിൽ 4 ഹരിയാന സ്വദേശികൾക്കായിരുന്നു. 1 സ്വപ്നിൽ കുശാലെ മഹാരാഷ്ട്രൻ സ്വദേശിയാണ്. പിന്നെ 1 ഹോക്കി ടീമിനാണ് കിട്ടിയത്. അത് ടീമിനാണ് കിട്ടിയത്. അതിലൊരു മലയാളി ഉണ്ടായിരുന്നതാണ് PR ശ്രീജേഷ്. അപ്പൊ ഇപ്പൊ താൻ പറഞ്ഞ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 33ാമത് പാരീസ് ഒളിമ്പിക്സിൽ മൊത്തം ഇന്ത്യയിൽ നിന്ന് പോയതിൽ എത്ര പേർ മലയാളികളായിരുന്നു? 7 പേർ മലയാളികളായിരുന്നു. മോശമല്ല. 7 പേരെ ഒന്ന് നോക്കാം. അത് വളരെ നല്ലതാണ്. 7 പേര്. ശരി. ആ 7 പേര്, അതിൽ ആദ്യം പറയുന്ന 4 പേരെന്ന് പറയുന്നത് 400 മീറ്റർ റിലേയിൽ പങ്കെടുത്ത പേരാണ്. റിലേയിൽ പങ്കെടുത്ത 4 പേരാണ് നമ്മൾ ആദ്യം. ഒറ്റ ഐറ്റമാണ്. അതെ, പങ്കെടുക്കുന്നതാണ് റിലേ. അപ്പൊ ആ 4 പേര് ആരൊക്കെയാ നോക്കാം. ഒന്നാമത്തെ ആള് മുഹമ്മദ് അനസ്. നല്ലൊരു ക്വസ്റ്റ്യനാണ്. നമ്മൾ തള്ളിക്കളയരുത്. ഞാൻ യഥാർത്ഥത്തിൽ ഈ 7 പേരെ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അത് പിന്നീട് ഒരിക്കലും പ്രതീക്ഷിച്ച ക്വസ്റ്റ്യൻ അല്ല. ശരി, പറയും. ഒന്നാമത്തെ ആള് മുഹമ്മദ് അനസ്, രണ്ടാമത്തെ ആള് മുഹമ്മദ് അജ്മൽ. മൂന്നാമത്തെ ആള് മിജോ ചാക്കോ കുര്യൻ. മിജോ ചാക്കോ കുര്യൻ ആണ് മൂന്നാമത്തെ ആള്. 4ാമത്തെ ആളാണ് അമോജ് ജേക്കബ്. ഇപ്പൊ 4 പേര് റിലേ ടീമിലുള്ള അംഗങ്ങളായി കഴിഞ്ഞു. ഒരു ടീമിലുള്ള ഈ ടീമിന് വേണ്ടി പങ്കെടുത്ത 4 പേരാണ് ഇവര്. ഇനി 5ാമത്തെ താരമാണ് PR ശ്രീജേഷ്, ഹോക്കി താരം PR ശ്രീജേഷ്. 5ആയി. അതെ. 6ാമത്തെ ആളാണ് HS പ്രണോയ്. ബാഡ്മിന്റൺ താരമാണ് HS പ്രണോയ്. ഇനി 7ാമത്തെ താരമാണ് അബ്ദുള്ള അബൂബക്കർ. ഏത് ഇനമാണെന്ന് ചോദിച്ചാൽ ട്രിപ്പിൾ ജമ്പ് താരമാണ്
അബ്ദുള്ള അബൂബക്കർ. അവിടെ ഇനിയും ഒരു കറണ്ട് അഫയർ ഫാക്റ്റ് ഉണ്ട്. 36ാമത് ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ പുരസ്കാരം നേടിയതും അബ്ദുള്ള അബൂബക്കറാണ്. 36ാമത് ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ പുരസ്കാരം. ഈ ജോർജ് ആരായിരുന്നു? വോളിബോൾ താരമായിരുന്നു. അദ്ദേഹത്തിന്റെ പേരിലൊരു പിന്നെ ഒരു സ്റ്റേഡിയം ഉണ്ടല്ലോ, എവിടെയാണ്? തിരുവനന്തപുരത്താണ്. ഇന്ത്യക്ക് പുറത്തും അദ്ദേഹത്തിന്റെ പേരിൽ സ്റ്റേഡിയം ഉണ്ട്. എവിടെ വെച്ചാണ് അദ്ദേഹം അപകടത്തിൽ മരിക്കുന്നത്? ഇറ്റലിയിലാണ്. ജിമ്മി ജോർജ് കേരളത്തിന് നഷ്ടം. നഷ്ടമായിരുന്നു ജിമ്മി ജോർജിന്റെ മരണം. ജിമ്മി ജോർജ് ഇറ്റലിയിൽ വെച്ചാണ് മരിച്ചത്. അപ്പൊ നമ്മള് 7 പേര് കണ്ടു. മൊത്തം പോയതിൽ 7 മലയാളികൾ ഉണ്ടായിരുന്നു. ആ മലയാളികളെ ഒന്നുകൂടെ പറയാമോ? ഒന്നാമത്തെ ആള് 4 പേര് റിലേ താരങ്ങളാണെന്ന് നമ്മൾ പറഞ്ഞു. ഒന്നാമത്തെ ആള് മുഹമ്മദ് അനസ്, രണ്ടാമത്തെ ആള് മുഹമ്മദ് അജ്മൽ, മൂന്നാമത്തെ ആള് മിജോ ചാക്കോ കുര്യൻ, നാലാമത്തെ ആള് അമോജ് ജേക്കബ്, അഞ്ചാമത്തെ ആള് PR ശ്രീജേഷ്, ആറാമത്തെ ആള് HS പ്രണോയ് ബാഡ്മിന്റൺ താരമാണ്, ഏഴാമത്തെ ആള് അബ്ദുള്ള അബൂബക്കർ, അദ്ദേഹം ട്രിപ്പിൾ ജമ്പ് താരമാണ്, 36ാമത് ജിമ്മി ജോർജ് പുരസ്കാരം നേടിയതും അദ്ദേഹമാണെന്ന് ഓർക്കുക. അല്ലേ? നമുക്ക് ബാക്കി ഭാഗത്തേക്ക് പോവാം. 2024 പാരീസ് ഒളിമ്പിക്സിൽ ബാൻ ചെയ്ത രാജ്യങ്ങളുണ്ട്. റഷ്യയും ബെലാറൂസും. എന്ത് രാജ്യങ്ങൾ? എനിക്ക് തന്നെ ഇവിടെ ഇരുന്നിട്ട് മനസ്സിലാവുന്നു. അതങ്ങനെ പറയും. അയോഗ്യരാക്കിയ രാജ്യങ്ങള് ബെലാറൂസും റഷ്യയുമാണ്. റഷ്യയുടെ തലസ്ഥാനം മോസ്കോ, ബെലാറൂസിന്റെ തലസ്ഥാനം മിൻസ്ക്. ബെലാറൂസ് എന്ന് കേട്ടപ്പോഴത്തേക്ക് ലോകത്തെ ഏറ്റവും ദാരിദ്ര്യം കുറഞ്ഞ രാജ്യം ഏതാണ്? ബെലാറൂസാണ്. ബെലാറൂസ് നമ്മൾ പണ്ടൊരു പരീക്ഷയ്ക്ക് പഠിച്ചതാണ് ഇല്ലേ? ബെലാറൂസ്. അതെ അതെ, ബെലാറൂസ്. അത് യൂറോപ്യൻ രാജ്യം തന്നെയാണ് അല്ലേ? ശരി. അപ്പോൾ പുറത്താക്കിയത് ആരെയൊക്കെയാണ് പല കാരണങ്ങളാൽ? റഷ്യയും ബെലാറൂസും. ബെലാറൂസിന് അടുത്തുള്ള രാജ്യങ്ങളുമാണ്. അടുത്തത് പുതിയ ഇനം ബ്രേക്ക് ഡാൻസ്. ബ്രേക്ക് ഡാൻസ് കൂട്ടിച്ചേർത്ത ഏതിലാണ്? 2024 പാരീസ് ഒളിമ്പിക്സിൽ കൂട്ടിച്ചേർത്ത ഇനമാണ് ബ്രേക്ക് ഡാൻസ്. അതിൽ വിജയിച്ച താരമാണ് അമി യുവാസ. ഈ ബ്രേക്ക് ഡാൻസിലൊക്കെ നമുക്കൊന്ന് പൊയ്ക്കൂടായിരുന്നു നമ്മളെ. എന്താ AMI അമി, AMI യുവാസ, YUASA അമി യുവാസ ആണ് മെഡൽ നേടിയ താരം. അത് ചിലപ്പോൾ ചോദിക്കാൻ. ബ്രേക്ക് ഡാൻസ് ജപ്പാനാണ്. ജപ്പാൻ താരമാണ് അമി യുവാസ. അപ്പൊ ആദ്യമായിട്ട് ചേർത്ത ഇനത്തിൽ ജപ്പാൻ ബ്രേക്ക് ഡാൻസിൽ മെഡൽ കൊണ്ടുപോയി. ശരി ശരി. ഇനി നമ്മൾ ഒരു കാര്യം കൂടെ ഇന്ത്യ പറഞ്ഞപ്പോൾ വിട്ടു വന്നതാണ്. ചെഫ് ദേ മിഷൻ, അതായത് ഇന്ത്യയുടെ സംഘത്തലവൻ. ഇന്ത്യയുടെ സംഘത്തലവൻ എന്നോ ചെഫ്, CHEF, ചെഫ് ദേ മിഷൻ, DE MISSION. ചെഫ് ദേ മിഷൻ ആരെന്ന് ചോദിച്ചാലും അത് ഗഗൻ നാരംഗാണ്. ഗഗൻ നരാങ്. ഗഗൻ നരാങ് ഷൂട്ടിംഗ് താരം തന്നെയാണ്. ഗഗൻ നരാങ് ഷൂട്ടിംഗ് താരം തന്നെയാണെന്നും ഓർത്തു വയ്ക്കുക. ഇത്രയാണ് നമുക്ക് ഈ ഒളിമ്പിക്സിൽ ഇന്ത്യയായിട്ട് പറയാനുള്ളത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഈ ഒളിമ്പിക്സിൽ പങ്കെടുത്ത മറ്റ് പ്രധാന ഇന്ത്യക്കാരാണ്. എന്ന് വെച്ചാൽ അവർക്ക് ചെറിയ കാരണങ്ങൾ കൊണ്ട് മെഡൽ നഷ്ടപ്പെട്ട ഒരുപാട് പേരുണ്ട്. അതിൽ ഒന്നാമത്തെ വ്യക്തിയാണ് വിനേഷ് ഫോഗട്ട്. വിനേഷ് ഫോഗട്ട് എന്ന് പറയുന്നത് അവിടെ ഒരു കറണ്ട് അഫയർ ഫാക്ട് ഉണ്ട്. നിലവിൽ ആരാണ് വിനേഷ് ഫോഗട്ട്? നിലവിൽ ഹരിയാനയിൽ നിന്നുള്ള ഒരു MLA ആണ് വിനേഷ് ഫോഗട്ട്. അങ്ങനെയാണെങ്കിൽ PSC ചോദിക്കാൻ സാധ്യത ഹരിയാനയിലെ ഏത് മണ്ഡലത്തിൽ നിന്നുള്ള MLA ആണെന്നായിരിക്കും. ജുലാന. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി JULANA. ജുലാന എന്ന മണ്ഡലത്തിൽ നിന്നാണ് വിനേഷ് ഫോഗട്ട് മത്സരിച്ച് ജയിച്ചത്. അപ്പോൾ ഒളിമ്പിക്സിൽ മത്സരിച്ചപ്പോൾ ഏതിനത്തിലായിരുന്നു വിനേഷ് ഫോഗട്ട് മത്സരിച്ചത്? ഗുസ്തി താരമായിരുന്നു വിനേഷ് ഫോഗട്ട്. വിനേഷ് ഫോഗട്ട് മത്സരിച്ച കിലോഗ്രാം എത്രയാണെന്ന് ചോദിക്കും. 50 കിലോഗ്രാം. അതെ. ആ ഫൈനലിന് തൊട്ട് മുമ്പ് ഭാരം പരിശോധിക്കും. ഭാരം പരിശോധിച്ച സമയത്ത് 100 ഗ്രാം കൂടി. ആ 100 ഗ്രാം കൂടിയതിന്റെ അടിസ്ഥാനത്തിലാണ് വിനേഷ് ഫോഗട്ട് അയോഗ്യയാക്കപ്പെട്ടത്. അവിടെ വീണ്ടും ഓർത്തു വയ്ക്കേണ്ട കാരണം, ഗുസ്തി ഫൈനലിലെത്തുന്ന ആദ്യത്തെ ഇന്ത്യൻ വനിത ചോദിച്ചാലും വിനേഷ് ഫോഗട്ടാണ്. ഗുസ്തി ഫൈനലിലെത്തുന്ന ആദ്യ ഇന്ത്യൻ വനിത ചോദിച്ചാലും വിനേഷ് ഫോഗട്ടായിരുന്നു. ഇന്ത്യക്ക് ഒരു മെഡൽ ഉറപ്പായിരുന്നു. ഫോഗട്ട്. അതെ, വിനേഷ് ഫോഗട്ട് ഹരിയാന സ്വദേശിയാണ്. വിനേഷ് ഫോഗട്ടിന് മെഡലുകൾ ലഭിച്ചിട്ടുണ്ട്. 2016 അർജുന പുരസ്കാരം, 2018 പത്മശ്രീ, 2020 ഖേൽരത്ന. ഇത്രയും പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. നമ്മൾ PR ശ്രീജേഷ് പഠിക്കുമ്പം ഇതുമായിട്ട് കമ്പയർ ചെയ്ത് പഠിക്കുക. PR ശ്രീജേഷിനെ സംബന്ധിച്ചിടത്തോളം 2015 അദ്ദേഹത്തിന് അർജുന പുരസ്കാരം ലഭിച്ചു. 2017
അദ്ദേഹത്തിന് പത്മശ്രീ ലഭിച്ചു. പിന്നെ 2021 അദ്ദേഹത്തിന് ഖേൽരത്ന ലഭിച്ചത്. ഖേൽരത്ന. അപ്പോൾ PR ശ്രീജേഷ് പഠിക്കുമ്പോൾ ഇത് രണ്ടും കൂടെ നമ്മൾ കമ്പയർ ചെയ്ത് പഠിക്കുക. 2015 അർജുന, 2017 പത്മശ്രീ, 2021 ഖേൽരത്ന. വിനേഷ് ഫോഗോട്ടിന് 2016, 2020, 2018 കിട്ടിയ അംഗീകാരങ്ങൾ 2023 കർത്തവ്യ 10 വെച്ച് തിരസ്കരിച്ചവർ. അതായത് ബോക്സിംഗ് ഫെഡറേഷനെതിരെയുള്ള ഒരു എതിർപ്പ്. പ്രക്ഷോഭത്തിന്റെ അടിസ്ഥാനത്തിലല്ലേ? അതെ, ശരിയാണ്, അത് കറക്റ്റാണ്. ഇനി നമുക്ക് എന്താ കൂട്ടിച്ചേർക്കാനുള്ളത്? അടുത്ത താരം മണിക ബത്രയാണ്. ഒളിമ്പിക്സിൽ പ്രീ ക്വാർട്ടറിലെത്തുന്ന ആദ്യ ടേബിൾ ടെന്നീസ് താരമാണ് മണിക ബത്ര. മണിക ബത്ര ഏത് രംഗത്താണെന്ന് ആദ്യം ചോദിക്കും. ടേബിൾ ടെന്നീസ് താരമാണ്. ഒളിമ്പിക്സിൽ പ്രീ ക്വാർട്ടർ ഫൈനലിലെത്തുന്ന ആദ്യ ഇന്ത്യൻ വനിതയാണ് മണിക ബത്ര. ലക്ഷ്യ സെൻ വേറൊരു പ്രധാന കളിക്കാരനാണ്. ലക്ഷ്യ സെൻ ബാഡ്മിൻ്റൺ ആണ്. ഒളിമ്പിക്സിൽ സെമി ഫൈനലിൽ കടക്കുന്ന ആദ്യ ഇന്ത്യൻ താരമാണ് ലക്ഷ്യ സെൻ. ബാഡ്മിന്റൺ സെമി ഫൈനലിൽ കടക്കുന്ന ആദ്യ പുരുഷ താരമാണ് ലക്ഷ്യ സെൻ. ബാഡ്മിന്റൺ സെമി ഫൈനലിൽ കടക്കുന്ന ആദ്യത്തെ പുരുഷ താരമാണ് ലക്ഷ്യ സെൻ. ഈ ബാഡ്മിന്റണിൽ തുടർച്ചയായിട്ടുള്ള 2 ഒളിമ്പിക്സിൽ സമ്മാനം കിട്ടിയതാർക്കാം? PV സിന്ധു. അതായത് 2016 2020 അവിടെ എന്താണ് കിട്ടിയത്? അവിടെ കിട്ടിയത് വെള്ളി മെഡലാണ്. എന്നാൽ 2024 കിട്ടിയതാണ്. 2020 കിട്ടിയത് വെങ്കല മെഡലാണ്. മെഡലാണ് കിട്ടിയത്. അതൊരു നല്ല ക്വസ്റ്റ്യൻ അല്ലേ? 2024 മെഡൽ നേടാൻ സാധിച്ചില്ല. ശരി. നമുക്ക് എന്താണ് പറയേണ്ടത്? പിന്നെ ഈ 2024 പാരീസ് ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ടല്ല, എന്നാൽ 2016 റിയോ ഒളിമ്പിക്സിൽ നല്ലൊരു പ്രകടനം കാഴ്ചവെച്ച ഒരു ഇന്ത്യൻ ജിംനാസ്റ്റാണ് ദീപ കർമാക്കർ. ഈ അടുത്തിടെ ദീപ കർമാക്കർ വിരമിക്കൽ പ്രഖ്യാപിച്ചു. ജിംനാസ്റ്റ് താരമാണ്. ദീപ കർമാക്കർ ജിംനാസ്റ്റാണ്. നല്ലൊരു ക്വസ്റ്റ്യനാണ്. പിന്നെ ഇന്ത്യൻ ഇത്തവണ 2024 പാരീസ് ഒളിമ്പിക്സിൽ പങ്കെടുത്തതിൽ ഏറ്റവും പ്രായം കൂടിയ മത്സരാർത്ഥി എന്ന് പറയുന്നത് രോഹൻ ബൊപ്പണ്ണയാണ്. ബൊപ്പണ്ണ ടെന്നീസ് താരമാണ്. ഞാൻ ഒരിക്കൽ ക്ലാസ്സിൽ അത് പറഞ്ഞപ്പോഴത്തേക്ക് കേൾക്കാത്തവർ വരെ ഉണ്ടായിരുന്നു. ഏറ്റവും പ്രായം കൂടിയ ഗ്രാൻഡ് സ്ലാം നേടുന്ന വ്യക്തിയും രോഹൻ ബൊപ്പണ്ണയാണ്. ഗ്രാൻഡ് സ്ലാം നമുക്ക് വേറെ പ്രത്യേകിച്ച് പറഞ്ഞു അല്ലേ? ഗ്രാൻഡ് സ്ലാം മാത്രമായിട്ട് ക്ലാസ് ആയിട്ട് പറയണം. അപ്പൊ ഇത് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ശരി, എന്താണ് ഏറ്റവും പ്രായം കുറഞ്ഞ താരം ചോദിച്ചാൽ ദിനിധി ദേശിംഗു. ഞാൻ തിരിച്ചിട്ടതാ ദിനിധി ദേശിംഗു. ഇവിടുത്തെ ഇന്ത്യയിൽ നിന്ന് പങ്കെടുത്ത ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയാണ് ദിനിധി ദേശിംഗു. തമിഴ്നാടാണ്. സ്വിമ്മിംഗ് ആണ്. 117 പേര്. 117 7 കേരളം. ആ 117 പഠിക്കുമ്പോൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക. 117 70 പുരുഷന്മാരും 47 സ്ത്രീകളുമാണ് പങ്കെടുത്തത്. 70 പുരുഷന്മാരും 47 സ്ത്രീകളും. അങ്ങനെ ആകെ 117. അതെ, കാരണം അവര് അഭിനവ് ബിന്ദ്രയുടെ സമ്മേളനം, എത്രാമത്തെ സമ്മേളനം എന്ന് വരെ എടുത്ത് ചോദിച്ചാണ്. അപ്പൊ ഇത്രയാണ് ഇന്ത്യയുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത്. ഇനി നമ്മൾ പോവേണ്ടത് ലോക റെക്കോർഡുകളിലേക്കാണ്. അവിടെ അവർ സ്ഥിരം ചോദിക്കുന്ന ഒന്നാണ് ഓട്ടം. 100 മീറ്റർ ഓട്ടം ഉറപ്പാണ്. അത് വിത്ത് സമയം ആരാണ് സംസാരിക്കുന്നത്? ശരി. 2024 ഒളിമ്പിക്സിലെ 100 മീറ്റർ സ്ത്രീ പുരുഷൻ സമയം. 100 മീറ്റർ ഓട്ടത്തില് ഒന്നാം സ്ഥാനം ലഭിച്ചത് നോഹ ലൈൽസ്. ഏത് രാജ്യം? അമേരിക്കക്കാരനാണ്. നോഹ ലൈൽസ് 100 മീറ്റർ ഓടാനെടുത്ത സമയം എന്ന് പറയുന്നത് 9.784 സെക്കൻഡാണ് എടുത്തത്. അദ്ദേഹം അമേരിക്കൻ താരമാണ്. ഇനി 100 മീറ്റർ ഓട്ടത്തിൽ വനിതാ ഓട്ടക്കാരിയാരാണ് ഏറ്റവും വേഗതയുള്ള? വനിതകളുടെ ഇനത്തിൽ 100 മീറ്റർ ഓട്ടത്തിലെ വേഗറാണി ആയത് ജൂലിയൻ ആൽഫ്രഡ് ആണ്. അദ്ദേഹം സെന്റ് ലൂഷ്യ എന്ന് പറയുന്ന ഒരു രാജ്യത്തിൽ നിന്നുള്ളതാണ് വനിത. സെന്റ് ലൂഷ്യയിൽ നിന്നുള്ള താരമാണ് ജൂലിയൻ ആൽഫ്രഡ്. എടുത്ത സമയം 100 മീറ്റർ ഓടാൻ എടുത്ത സമയം 10.72 സെക്കൻഡാണ്. 9.784 സെക്കൻഡാണ് പുരുഷൻ. അവിടെ നമ്മുടെ ഹൈക്കോർട്ട് അസിസ്റ്റന്റിന് ചോദിച്ചൊരു പ്രശ്നമുണ്ട്. 100 മീറ്റർ ഓടിയ പുരുഷ താരം നമ്മൾ പറഞ്ഞു. 100 മീറ്റർ ഓടിയ താരം നോഹ ലൈൽസ് ആണ്. 9.784 സെക്കൻഡ്. അപ്പൊ 2ാം സ്ഥാനം കിട്ടിയ ആളിനെ കൂടെ പഠിക്കണം. അദ്ദേഹത്തിന്റെ പേരെന്ന് പറഞ്ഞാൽ
കിഷെയിൻ തോംസൺ. കിഷെയിൻ തോംസൺ. കിഷെയിൻ തോംസൺ. അതായത് 100 മീറ്ററിൽ ഒന്നും രണ്ടുകൂടെ പഠിക്കുന്നതല്ല. ഒന്നാമത്തെ ആള് നോഹ ലൈൽസ് ആണ്, അമേരിക്കൻ താരമാണ്. എടുത്ത സമയം എന്ന് പറയുന്നത് സമയം കൂടെ 9.784 സെക്കൻഡ്. ശരി. ഇനി രണ്ടാമത്തെ താരമാണ് കിഷെയിൻ തോംസൺ. രണ്ടാമതെത്തിയ താരം കിഷെയിൻ തോംസൺ. എടുത്ത സമയം എന്ന് പറയുന്നത് 9.789 സെക്കൻഡാണ്. ശരി. ഇനി അവിടെ ഹൈക്കോടതിക്ക് അവർ ചോദിച്ച ചോദ്യം ഇതൊന്നുമല്ല, ഇവർ രണ്ടുപേരും തമ്മിലുള്ള സമയ വ്യത്യാസം എത്രയെന്നാണ് ചോദിച്ചത്. ക്വസ്റ്റ്യൻ കേട്ടോണ്ടിരിക്കുന്ന എല്ലാവരും ഇത് ശ്രദ്ധിക്കുക. നമ്മൾ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ വരികൾക്കിടയിൽ വായിക്കാത്തതുകൊണ്ടാണ് നമുക്ക് ഉത്തരങ്ങൾ കിട്ടാതെ പോകണം. 9 എന്താണെന്ന് പറയും. നമ്മുടെ പഠിച്ചല്ലോ, നമ്മളിത് പഠിച്ചു കഴിഞ്ഞാൽ നോഹ ലൈൽസ് ഒന്നാമതും കിഷെയിൻ തോംസൺ രണ്ടാമതും എത്തി. അപ്പൊ ഇവിടെ ഹൈക്കോടതി ചോദിച്ച ചോദ്യം ഇവർ രണ്ടുപേരും തമ്മിലുള്ള സമയ വ്യത്യാസം എത്രയായിരുന്നു എന്നാണ്. അപ്പൊ നമുക്കത് കണ്ടുപിടിക്കാവുന്ന 9.789 നിന്ന് 9.784 കുറച്ചാൽ മതി. 9.789 മൈനസ് 9.784 കുറയ്ക്കുമ്പോൾ നമുക്ക് കിട്ടും 0.005. 0.005 സെക്കൻഡ് ആണ് തമ്മിലുള്ള വ്യത്യാസം. ഹൈക്കോടതി അസിസ്റ്റന്റ് ചോദിച്ചു. അതെ, നമുക്ക് നമ്മുടെ നേർക്കാഴ്ചയ്ക്ക് അത് മനസ്സിലാവത്തില്ല. അവര് ജൂറി തന്നെ അത് കണ്ടെത്താൻ വളരെ പ്രയാസപ്പെട്ടു പോയി, ആരാണ് മുമ്പേ കാല് വെച്ചതെന്ന് മനസ്സിലാക്കാൻ. 0.005 സെക്കൻഡ് ആണ്. ഒരു പക്ഷേ ആ 0.005 അവർ മാറ്റി തരാം. 5 × 10⁻³ എന്ന് വേണമെങ്കിലും തരാം. 5 × 10⁻³ സെക്കൻഡ് ഇങ്ങനെ തന്നാലും ഇത് തന്നെയാണ് ആൻസർ. ശരി. ഇനി അടുത്ത പൊസിഷനിലേക്ക് വരാം. ഇനി അടുത്ത നമ്മൾ പറഞ്ഞത് വനിതയാണ്. 100 മീറ്ററിൽ ജയിച്ച വനിത എന്ന് പറയുന്നത് ജൂലിയൻ ആൽഫ്രഡ് ആണ്. ജൂലിയൻ ആൽഫ്രഡ് സ്വദേശം ചോദിച്ചാൽ സെയിന്റ് ലൂസിയയാണ്. സെയിന്റ് ലൂസിയയ്ക്ക് വേണ്ടി ആദ്യമായിട്ട് മെഡൽ നേടുന്ന താരം കൂടിയാണ് ജൂലിയൻ ആൽഫ്രഡ്. ജൂലിയൻ ആൽഫ്രഡ്. സമയം ചോദിച്ചാൽ 10.72 സെക്കൻഡ്. അതിന്റെ രണ്ടാം സ്ഥാനം ഷക്കാരി റിച്ചാർഡ്സൺ. അതിന്റെ രണ്ടാം സ്ഥാനം ഷക്കാരി റിച്ചാർഡ്സൺ ആണ്, അമേരിക്ക താരമാണ്. ഷക്കാരി റിച്ചാർഡ്സൺ പറയാം. ഷക്കാരി റിച്ചാർഡ്സൺ ആണ് രണ്ടാം സ്ഥാനത്തെത്തിയത്, അമേരിക്കൻ താരമാണ്. അപ്പോൾ ജൂലിയൻ ആൽഫ്രഡ് ചോദിച്ചാൽ സെയിന്റ് ലൂസിയ എന്ന രാജ്യത്തു നിന്നാണ്. സെയിന്റ് ലൂസിയയ്ക്ക് വേണ്ടി ആദ്യമായിട്ട് മെഡൽ നേടിയ താരവും ഇദ്ദേഹമാണ്. അടുത്തത് ഒളിമ്പിക്സിലെ വേഗരാജാവ് എന്നറിയപ്പെടുന്ന ഉസൈൻ ബോൾട്ടാണ്. 9.69 സെക്കൻഡ് ഫിനിഷ് ചെയ്തത്. ഉസൈൻ ബോൾട്ടിന്റെ രാജ്യം ജമൈക്ക. ജമൈക്ക ഒരു പ്രധാനപ്പെട്ട രാജ്യമാണ്. നമ്മുടെ കിഷെയിൻ തോംസണും ജമൈക്കക്കാരനാണ്. കിഷെയിൻ തോംസണും ജമൈക്കക്കാരൻ തന്നെയാണ്. കിഷെയിൻ തോംസൺ രണ്ടാം സ്ഥാനമാണ് 100 മീറ്റർ ഓട്ടത്തിൽ കിട്ടിയത്. ഇനി നമ്മൾ പഠിക്കേണ്ടത് 200 മീറ്റർ ഓട്ടത്തിൽ വിജയിച്ച പുരുഷ താരം. 200 മീറ്റർ ഓട്ടം വിജയിച്ച പുരുഷ താരമാണ് ലെസിൽ തെബാഗോ. ലെസിൽ തെബാഗോ. ലെസിൽ തെബാഗോയാണ് മെഡൽ നേടിയ താരം. 200 മീറ്ററിൽ മെഡൽ നേടിയ താരമാണ്. മതി. ലെസിൽ തെബാഗോ. അദ്ദേഹം ബോൾസ്വാന എന്ന രാജ്യമാണ്. ബോൾസ്വാന എന്ന രാജ്യത്തെ വ്യക്തിയാണ് ലെസിൽ തെബാഗോ. 200 മീറ്റർ. അവിടെ ചിലപ്പോൾ ചോദിക്കുന്നത് രണ്ടാമതെത്തിയ ആരെന്നാണ്. അത് നിങ്ങൾ ഇത്രയും പഠിച്ചാൽ മതി. 100 മീറ്റർ ഓട്ടത്തിൽ ഒന്നാം സ്ഥാനത്തെത്തിയ ആളാരാണ്? നോഹ ലൈൽസ് ആണ്. അദ്ദേഹം തന്നെയാണ് 200 മീറ്ററിൽ രണ്ടാം സ്ഥാനത്തെത്തിയത്. 200 മീറ്ററിൽ രണ്ടാം സ്ഥാനത്തെത്തിയത് നോഹ ലൈൽസ് ആണ്. നോഹ ലൈൽസ്. ഒന്നാമതെത്തിയത് ലെസിൽ തെബാഗോ. ശരി. ഈ ഒളിമ്പിക്സ് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നതിൻ്റെ രണ്ടാം ഭാഗം ഞങ്ങളിവിടെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. അവസാനം പറയേണ്ട കാര്യങ്ങൾ ബോർഡിൽ എഴുതിയിട്ടിട്ടുണ്ട്, അതൊന്ന് വിശദീകരിക്കും അല്ലേ? ശരി. ആദ്യത്തെ ആള് നൊവാക് ജോക്കോവിച്ച്. നൊവാക് ജോക്കോവിച്ച് എന്ന് പറയുന്നത് ഒരു ടെന്നീസ് താരമാണ്. ഈ ഒളിമ്പിക്സിൽ പുരുഷ ടെന്നീസിൽ സ്വർണ്ണ മെഡൽ നേടിയത് ആരെന്ന് ചോദിച്ചാൽ നൊവാക് ജോക്കോവിച്ച് ആണ്. അതേസമയം വെള്ളി മെഡൽ നേടിയത് കാർലോസ് അൽക്കാരസ് ആണ്. സ്പെയിൻകാരനാണ് കാർലോസ് അൽക്കാരസ്. അപ്പോൾ നൊവാക് ജോക്കോവിച്ചിനെയാണ് നമ്മൾ പഠിക്കേണ്ടത്. അവിടെ ഒരു വിശേഷണമുണ്ട്. ഗോൾഡൻ സ്ലാം എന്ന പദവി അല്ലെങ്കിൽ ഗോൾഡൻ സ്ലാം നേടിയ വ്യക്തിയാണ് നൊവാക് ജോക്കോവിച്ച്. ഗോൾഡൻ സ്ലാം. അപ്പോൾ എന്താണ് ഗോൾഡൻ സ്ലാം? നമ്മൾ നേരത്തെ കണ്ടു, നമ്മുടെ ടെന്നീസിലുള്ള ഗ്രാൻഡ് സ്ലാം ടൂർണമെൻറ്റുകൾ 4 ഉണ്ട്. ഓസ്ട്രേലിയൻ ഓപ്പൺ, ഫ്രഞ്ച് ഓപ്പൺ, US ഓപ്പൺ, വിംബിൾഡൺ. ഈ 4 കിരീടവും
ഒളിമ്പിക്സിലെ സ്വർണവും നേടുന്ന താരങ്ങൾക്ക് നൽകുന്നതാണ് ഗോൾഡൻ സ്ലാം എന്ന ബഹുമതി. ഗോൾഡൻ സ്ലാം. ഗോൾഡൻ സ്ലാം. ശരിയാണ്. അപ്പോൾ ഗോൾഡൻ സ്ലാം എന്ന ബഹുമതി നേടിയതാണ് നൊവാക് ജോക്കോവിച്ച്. ശരി. ഇനി ഗോൾഡൻ സ്ലാം ഇതാണ് നമ്മൾ പഠിക്കേണ്ടത്. ഇനി അടുത്ത ആളാണ് അർമാൻഡോ ഡ്യൂപ്ലന്റിസ്. അർമാൻഡോ ഡ്യൂപ്ലന്റിസ് എന്ന് പറയുന്ന ഒരു പോൾ വോൾട്ട് താരമാണ്. പോൾ വോൾട്ട് താരമാണ് പോൾ വോൾട്ട് താരമാണ് അർമാൻഡോ ഡ്യൂപ്ലന്റിസ്. അദ്ദേഹം സ്വീഡനാണ്. അപ്പോൾ പോൾ വോൾട്ടിൽ ഇത്തവണ സ്വർണം നേടിയത് ആരാണെന്ന് ചോദിച്ചാൽ അർമാൻഡോ ഡ്യൂപ്ലന്റിസ് ആണ്. പോൾ വോൾട്ടിലെ ആ ചാടിക്കടന്ന ദൂരം എത്രയാണെന്ന് ചോദിച്ചാൽ 6.25 മീറ്റർ ആണ്. ഉയരത്തിലാണ് ചാടിയത്. 6.25 മീറ്റർ. ഇത് ഒളിമ്പിക് റെക്കോർഡ് കൂടെയാണ് ഈ 6.25 മീറ്റർ. ഇനി അടുത്ത ആളെന്ന് പറയുന്നത് മിഹിയൻ ലോപ്പസ് ആണ്. മിഹിയൻ ലോപ്പസ് തുടർച്ചയായിട്ട് 5 ഒളിമ്പിക്സിൽ സ്വർണം നേടുന്ന താരമാണ് മിഹിയൻ ലോപ്പസ്. അപ്പോൾ മിഹിയൻ ലോപ്പസ് 2008, 2012, 2016, 2020, 2024 ഈ 5 വർഷങ്ങളിലും സ്വർണ്ണ മെഡൽ നേടിയ താരമാണ് മിഹിയൻ ലോപ്പസ്. ക്യൂബക്കാരനാണ്. ഏത് ഇനത്തിലാണെന്ന് ചോദിച്ചാൽ ഗുസ്തിയാണ്. ഇനം ചോദിച്ചാൽ ഗുസ്തിയാണ്. അപ്പോൾ 5 ഒളിമ്പിക് മെഡലും കൂടി ഒന്ന് ഓർത്ത് വയ്ക്കുക. ശരി. ഇനി ബാക്കി മൈക്കിൾ ഫെലിക്സ്. ഒരു ഒളിമ്പിക്സിൽ ഏറ്റവും കൂടുതൽ മെഡൽ നേടുന്ന, അതായത് സ്വർണ്ണ മെഡൽ നേടുന്ന താരം മൈക്കിൾ ഫെലിക്സ് ആണ്. 23 സ്വർണ്ണ മെഡലുകൾ. ഏറ്റവും കൂടുതൽ മെഡൽ നേടുന്നതും മൈക്കിൾ ഫെലിക്സ് ആണ്. അമേരിക്കക്കാരനാണ്. 28 മെഡലുകൾ. ശരി. 28-ൽ എത്ര സ്വർണം കിട്ടി? 28-ൽ 23 സ്വർണ്ണമാണ്. 23 സ്വർണം കിട്ടി. അതുപോലെ തന്നെ ഒരു ഒളിമ്പിക്സിൽ ഏറ്റവും കൂടുതൽ സ്വർണം നേടുന്ന താരവും മൈക്കിൾ ഫെലിക്സ് ആണ്. ശരി. പിന്നെ തെമ്മാട മാത്യൂസ് വർഗീസ്. അത് ഇപ്രാവശ്യം PSC ലാസ്റ്റ് കഴിഞ്ഞ് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. തിരുവല്ലൂർ പപ്പന്റെ യഥാർത്ഥ നാമമാണ് തെമ്മാട മാത്യൂസ് വർഗീസ്. ഡിഗ്രി ലെവലിൽ ചോദിക്കാം. ടാറ്റ പപ്പൻ എന്ന് ചോദിക്കാം. അതുപോലെ തന്നെയാണ് നമ്മൾ ഒളിമ്പിക്സിൽ പറയേണ്ട വേറൊരു വ്യക്തിയാണ് ഓസ്കാർ പിസ്റ്റോറിയസ്. 2012-ൽ വൈപ്പുകാരുമായിട്ട് ഒളിമ്പിക്സിൽ വന്ന് മത്സരിച്ചത്. അതായത് വികലാംഗരുടെ ഓടി. പിന്നെ അദ്ദേഹത്തിന്റെ വിളിപ്പേരെന്ന് പറഞ്ഞാൽ ബ്ലൈഡ് റണ്ണർ എന്നാണ് അദ്ദേഹത്തെ അറിയപ്പെടുന്നത്. ശരിയാണ്, ബ്ലൈഡ് റണ്ണർ. ശരിയാണ്. അടുത്തത് ഓസ്കാർ പിസ്റ്റോറിയസ്. ഫുട്ബോളിന്റെ മെഡലൂടെ പറഞ്ഞു. ശരി. ഫുട്ബോളിൽ പുരുഷ താരങ്ങളിൽ പുരുഷ ടീം ഇനമെടുക്കുമ്പോൾ ഒളിമ്പിക്സിൽ ഫുട്ബോളിൽ മെഡൽ നേടിയത് സ്പെയിനാണ്. വനിതകളിലാണെങ്കിൽ ഫുട്ബോൾ ജയിച്ചത് അമേരിക്കയാണ്. സ്പെയിനും അമേരിക്കയും ഫുട്ബോൾ അല്ലേ? 33ാമത് ഒളിമ്പിക്സ്. ഹോക്കിയിലാണെങ്കിൽ പുരുഷ ടീമായാലും വനിതാ ടീമായാലും നെതർലൻഡ്സ് ആണ് ഒന്നാമതെത്തിയത്. നമ്മൾ ഒരു കാര്യം കൂടെ പഠിക്കേണ്ടത്, ആരെ തോൽപ്പിച്ചാണ് ഇന്ത്യ വെങ്കല മെഡൽ നേടിയത്? സ്പെയിനെ തോൽപ്പിച്ചാണ് ഇന്ത്യ വെങ്കല മെഡൽ നേടിയത്. അപ്പോൾ ഹോക്കിയിൽ പുരുഷ ടീമിൽ 1ാം സ്ഥാനത്തെത്തിയത് നെതർലൻഡ്, 2ാം സ്ഥാനം ചോദിച്ചാൽ ജർമ്മനി, 3ാം സ്ഥാനം ഇന്ത്യ, 4ാമതാണ് സ്പെയിൻ. അപ്പോൾ സ്പെയിനെ തോൽപ്പിച്ചാണ് ഇന്ത്യ എത്തിയതെന്നൂടെ ഓർക്കുക. അതുപോലെ ഫുട്ബോളിന്റെ ദൈർഘ്യം എന്ന് പറയുന്നത് 90 മീറ്റർ ആണ്. അന്തർദേശീയ ഫുട്ബോൾ കളിയുടെ ദൈർഘ്യം 90 മിനിറ്റാണ്. എന്നാൽ ഹോക്കിയുടേത് 60 മിനിറ്റ്. ഹോക്കി 60 മിനിറ്റ്. ഇന്ത്യക്ക് എത്ര മെഡൽ നാളിതുവരെ കിട്ടിയിട്ടുണ്ട്? എത്ര കിട്ടിയിട്ടുണ്ട്? 41 മെഡൽ കിട്ടിയിട്ടുണ്ട് അല്ലേ? 10 സ്വർണം, 10 വെള്ളി, 21 വെങ്കലം. 21 വെങ്കലത്തിലാണ് നമ്മൾ കൂടുതൽ കിട്ടിയിരിക്കുന്നത്. ശരി. ഓക്കെ ഡിയർ ഫ്രണ്ട്സ്. ഷാർലറ്റ് കൂപ്പ് 1900 ഒളിമ്പിക്സിൽ ആദ്യമായിട്ടൊരു വനിതയ്ക്ക് മെഡൽ നേടുന്നത് ഷാർലറ്റ് കൂപ്പർ, ബ്രിട്ടീഷുകാരിയാണ്. ഇനം ടെന്നീസ് ആണ്. ആദ്യമായി ഒളിമ്പിക് മെഡൽ നേടിയ വനിത. എഴുതിയിട്ടുണ്ടോ? ശരി. ഓക്കെ. ഈ ബോർഡിൽ എഴുതിയിട്ടിരിക്കുന്നത് നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഈ ക്ലാസ്സിനെ കുറിച്ചുള്ള വ്യക്തമായ അഭിപ്രായങ്ങൾ എഴുതണം. ഇതിൻ്റെ ബാക്കി ക്ലാസ് കിട്ടണമെങ്കിൽ വ്യക്തമായ അഭിപ്രായം എഴുതിയാലേ ഞങ്ങൾ ഇതിൻ്റെ ബാക്കി പറയുള്ളൂ. പക്ഷേ GKയുടെ ക്ലാസ് വീണ്ടും വരുന്നുണ്ട്. എല്ലാവർക്കും എല്ലാ ആശംസകളും. നമ്മുടെ ലാസ്റ്റ് ഗ്രേഡ് പരീക്ഷയ്ക്ക് വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുന്നവർ ഇനി അതൊന്നോട്ട് മാറി ഇംഗ്ലീഷും കമ്പ്യൂട്ടറും മാത്സും എല്ലാം കൂടെ പഠിക്കുന്ന ഒരു രംഗത്തേക്ക് നിങ്ങൾ വരണം. തീർച്ചയായിട്ടും ഇനി വരുന്ന പരീക്ഷകളിൽ നിങ്ങൾക്ക് പരീക്ഷയിൽ എഴുതി ജയിക്കാൻ വേണ്ട എല്ലാ സഹായങ്ങളും ഞങ്ങളുടെ ഭാഗത്ത് നിങ്ങൾ ചെയ്തു തരുമെന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് എല്ലാവർക്കും എല്ലാ ആശംസകളും.